ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ചൊള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മൃണാളിന്റെ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹംഗ്രി മൃണാൾ എന്ന റെസ്റ്റോറൻറ്റ് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഏകദേശം 1 മണിക്കൂറിലധികമുള്ള ഇന്റർവ്യൂ. എനിക്കതിൽ വെറും 16 മിനിറ്റ് കണ്ടിരിക്കാൻ പറ്റിയുള്ളൂ. അതിനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. അത് മാത്രമല്ല, ഞാൻ ഈ മുന്നേയുള്ള വീഡിയോ ചെയ്ത സമയത്ത് ഒരു സുഹൃത്ത് എനിക്കൊരു വോയിസ് നോട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അയച്ചു തന്നു. അതുകൂടാതെ നമ്മുടെ പാലക്കാരൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ചോട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം. ഈ സംഭവങ്ങളെല്ലാമാണ് ഇന്നത്തെ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ആ 2 സംഭവങ്ങളും ഇതിനകത്ത് കെടുക്കാൻ കാരണം ഈ ഇന്റർവ്യൂവിലും മൃണാൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾക്ക് മൃണാൾ ഉത്തരം കൊടുക്കില്ല. അതിനു പകരം വേറെ ഏതെങ്കിലും വഴിയൊക്കെ പോയി, നമ്മളിപ്പോൾ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നിട്ട് ഹൈക്കോടതി എവിടെയാണെന്ന് മൃണാൾ ചോദിച്ചാൽ മൃണാൾ പാലാരിവട്ടം, എടപ്പള്ളി, അവിടെ നിന്ന്, ഇത് എറണാകുളം അറിയാവുന്നവർക്ക് വേണ്ടി കേട്ടോ പറയുന്നത്, അവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് നേരെ കണ്ടെയ്നർ ടെർമിനൽ റോഡെടുത്ത് വെള്ളാർവാടം വഴി ചുറ്റിത്തിരിഞ്ഞ് ഹൈക്കോടതി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് വഴി പറഞ്ഞു തരും. ഒരു ചെറിയ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഹൈക്കോടതി ജംഗ്ഷനും ഹൈക്കോടതിയും തമ്മിൽ. പക്ഷെ മൃണാൾ പറഞ്ഞ് എത്തി അവിടെ. എനിക്കും തോന്നുന്നില്ല പുള്ളി വെള്ളാർവാടം കണ്ടെയ്നറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളാർവാടത്തുനിന്ന് ഫോർട്ട് വെച്ച് ആലപ്പുഴ തിരുവനന്തപുരത്തൊക്കെ പോയി കളയും. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഈ 1600 രൂപയുടെ ബിരിയാണി, കലത്തിൽ കൊടുക്കുന്ന ബിരിയാണി ഞാൻ വിചാരിച്ചിരുന്ന അവിടെ റെസ്റ്റോറൻറ്റിലും കഴിക്കാൻ കിട്ടുന്നതാണ്. പിന്നീടാണ് ചില ആളുകൾ അതിൽ പറഞ്ഞത് ഓൺലൈൻ മാത്രം സെല്ല് ചെയ്യുന്ന ബിരിയാണിയാണ്. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. എന്തായാലും എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു കടയിൽ നിന്നും ഒരാൾക്ക് പെർ ഹെഡ് 400 രൂപ ചെലവാകുന്ന ഒരു കലം ബിരിയാണി കൊടുക്കുന്നതിന്റെ സംഭവം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഇന്റർവ്യൂവിലെ സംഭവങ്ങൾ കണ്ടു നോക്കാം. വിഷയങ്ങൾ സാധാരണ ഇതിൽ അവിടുത്തെ ക്ലീൻലിനെസ്സിനെ കുറിച്ചാണ് ആദ്യമേ തന്നെ വരുന്ന വിഷയം. എങ്ങനെയാണ് മൃണാൾ ഇതിനെ നേരിടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീകണ്ഠ ഈശ്വരത്തിന്റെ ശബ്ദധാരാവലി എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് മലയാള പദങ്ങളുടെ അർത്ഥമുണ്ട്. അതിന് വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ. നിങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ നിങ്ങൾ എന്ന് അവസാനിപ്പിക്കും? നിങ്ങൾ നാണമില്ല ഈ കൊലപാതകങ്ങളൊക്കെ നടത്താൻ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് വിഷയമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ? നിങ്ങൾ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കത്തിയെടുത്ത് ആൾക്കാരെ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ എന്താ നിർത്താതെ? നിങ്ങൾ എന്തിനാ ഈ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട്. നിങ്ങൾ എന്ത് മറുപടി പറയും? ബന്ധമുണ്ടെങ്കിൽ മറുപടി എക്സാക്ട്ലി. അത് വിമർശനമാണോ? അത് തോന്നിയാസല്ലേ? അപ്പോൾ വിമർശനത്തെക്കുറിച്ച്, അത് മൃണാളിനെതിരെ വരുന്ന വിമർശനത്തെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഉടൻ തന്നെ പുള്ളി ശബ്ദധാരാവിൽ എടുക്കുന്ന, കുറച്ച് കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറി എടുക്കും. പിന്നെ നമ്മൾക്ക് പുള്ളി ഇംഗ്ലീഷ് ഇഡിയംസ് ആൻഡ് ഫ്രേസസിലേക്ക് പോകുന്നത് കാണാം. ഇനി വെബ്സ്റ്റേഴ്സ് ബ്ലൂ ബ്ലാക്ക് സ്പെല്ലിംഗ് ബുക്ക് എന്ന് പറയുന്ന ആദ്യകാലത്തുള്ള സംഭവത്തിലൊക്കെ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. അവിടം വരെ ഞാൻ ഇന്റർവ്യൂ കണ്ടില്ല. വിമർശനം എന്നതിന് പുള്ളി ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരാൾ വെറുതെ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങളെന്തിങ്ങനെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് നിർത്താൻ പാടില്ല, നിങ്ങൾ എന്ത് അലമ്പാണി കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് എന്താണ്? നമ്മളൊരു കൊല നടത്തിയിട്ടുണ്ടാവണം, ഒരാളെ കൊന്നിട്ടുണ്ടാവണം. അങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ അടുത്ത് നിങ്ങൾ എന്തിനു കൊലപാതകം ചെയ്തു എന്ന് ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് മൃണാൾ പറയുന്നത്. മൃണാളെ, അവിടെ വൃത്തിയെക്കുറിച്ചൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷം അവിടെ വിമർശനം ആരംഭിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. ഇനി ഇതിന്റെ കവർ ഇമേജ് ഒന്ന് കാണിച്ചു തരാം. ഈ ഇന്റർവ്യൂവിന്റെ കവർ ഇമേജ്, ഈ കവർ ഇമേജിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്, എന്റെ ഹോട്ടലിൽ ആദ്യം ഈച്ച ഉണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. അതായത് അവിടെ ഈച്ചയുണ്ട്, ഈ ഈച്ചയുണ്ടെന്നാണ് മറ്റുള്ളവരും പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ ന്യായീകരിച്ചത് എന്താ? കൊച്ചിയിലെ മറ്റു ഹോട്ടലിലുള്ളതിനേക്കാൾ കുറവ് ഈച്ചേന്റെ സ്ഥലത്തുള്ളൂ എന്നാണ്. അപ്പോൾ കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ആ കൊലപാതകം നടത്തിയെന്ന് സമ്മതിച്ചു, പിന്നീട് വേറെ ആരോ ആ കൊലപാതകം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മറ്റുള്ള സ്ഥലത്ത് നടക്കുന്നതിനേക്കാൾ കുറച്ച് കൊലപാതകമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. വളച്ചു കിട്ടിക്കൊണ്ടാണ് ഒരു പരിധിയില്ലേ മൃണാളെ? ചോദ്യം ചോദിച്ചതിന് നേരായിട്ട് ഉത്തരം പറഞ്ഞാൽ പോരെ? അതിന് ഇവിടെ നിന്ന് നേരെ ശബ്ദധാരാവലിക്ക് ഒരു ട്രിപ്പ് അടിക്കുക, അപാരം തന്നെ. ഇവിടെ നമ്മൾ ഹിന്ദുമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത് അതാണ് കാര്യം അല്ലേ? ഇപ്പോൾ അപ്പോൾ സ്വഭാവമായിട്ട് വന്ന സംഭവം ഹോട്ടലുമായി ബന്ധപ്പെട്ടാണ്. വരുന്ന സംഭവം ഹൈജീൻ വന്നിട്ടുണ്ട്. ഒരാളുടെ ഒറ്റൊരു കാര്യം, ഒരാളുടെ അഭിപ്രായം അത് മെജോറിറ്റിയുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ശരിയല്ലെന്നാണ്. അവിടെ ഹൈജീൻ ഇഷ്യൂ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇയാൾക്ക് എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത്? എന്റെ ചോദ്യം ഇത്രയാണ്. അപ്പോൾ ഒരാൾ ഇപ്പൊ ഭക്ഷണത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ആർക്കും എന്തും പറയാം. കഷ്ടകാലത്തിനാണ് കേട്ടോ ഈ ഇന്റർവ്യൂവർ ആ ചോദ്യം ചോദിച്ചത് ഭക്ഷണത്തെ പറ്റി. അപ്പൊ തന്നെ മൃണാളിനകത്ത് കയറി പിടിച്ച് ഒരു അറ്റ പോക്കാണ് പോയത്. പിന്നെ തിരിച്ചു വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ ആ തിരിച്ചു വരുന്ന വഴി വരെയും മൃണാളുടെ കൂടെ പോകും. കാരണം ഇതിന്റെ ആൻസർ കിട്ടുമെന്ന് അറിയണമല്ലോ. അവിടെ ക്ലീൻലിനെസ്സിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് അയച്ചെന്ന വോയിസ് ക്ലിപ്പ് അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം.
ഞാൻ നിങ്ങളുടെ മറ്റേ ഹംഗ്രി മൃണാളിൻ്റെ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിരുന്നത്. ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം പുള്ളി മറ്റുള്ള ഫുഡ് ബ്ലോഗേഴ്സിനെ അപേക്ഷിച്ച് വേറെ രീതിയിൽ ഒരു ജെനുവിൻ എന്നൊക്കെയുള്ള രീതിയിൽ ഫുഡ് ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന ആളുന്ന രീതിയിൽ ഞാൻ പുള്ളിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം പുള്ളി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. ബിസിനസ്സായിട്ട് മാത്രമല്ലാതെ മറ്റുള്ളവരെ ബിസിനസ് ചെയ്യാൻ സഹായിക്കുകയും ഒരു ഫുഡ് ഇൻഡസ്ട്രീനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരാളെന്ന രീതിയിൽ കൺസൾട്ടൻ്റ് ഒരാളാണ്. അപ്പം പുള്ളി പറഞ്ഞ വാക്കുകൾക്ക് ആ വില ഉണ്ടായിരുന്നല്ലോ. പിന്നെ പുള്ളി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ തന്നെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി കഴിക്കുന്ന കാണാൻ രസമുണ്ട്. അപ്പം ഒരു ഫുഡ് ലവർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ വ്ളോഗുകൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു. പിന്നെ പല റെസ്റ്റോറൻറ്റുകളെ പറ്റി അറിയാനായിട്ടും. ബട്ട് സ്റ്റിൽ ഈ ഞാനിപ്പോൾ താമസിക്കുന്നത് ചമ്പക്കരയാണ്, തൃപ്പൂണിത്തുറയാണ് പുള്ളിയുടെ ആദ്യത്തെ ഹോട്ടലിട്ടുള്ളത്. പുള്ളിക്ക് മുമ്പ് തുടങ്ങിയവിടെയാണ്. ഞാനിവിടെ പോയി ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ പോലും നമ്മൾ ഈ വൃത്തിയുടെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് അവിടുത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പോൾ പുള്ളി ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കുറച്ചുകൂടെ കാര്യമായിട്ട് കാണുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി തുടങ്ങുന്നതാകുമ്പോൾ നമ്മൾ പിന്നെ അത് അവരുടെ രീതി എന്നുള്ള രീതിയിൽ എടുക്കത്തില്ലേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ മനസ്സിലന്നേ തോന്നിയത്. പക്ഷേ ഫുഡ് ബിരിയാണിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. 130 രൂപയ്ക്കൊക്കെ നല്ല ബിരിയാണി കിട്ടിയിരുന്നു. പക്ഷേ പുള്ളിയുടെ ഇപ്പം അതിന് ശേഷം പുള്ളിയുടെ ഡയലോഗ് അടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതൊട്ടും ഡൈജസ്റ്റ് ആവാതെ തോന്നുന്നത്. മൃണാളിന്റെ ഔട്ട്ലെറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ അനുഭവം അവിടെ വൃത്തിയുടെ പ്രശ്നമുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട് മൃണാളെ. അപ്പോൾ കൊലപാതകത്തെക്കുറിച്ച് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഈ കൊലപാതകം ചെയ്യുന്നത്? അവിടെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ ആരോപണം നിങ്ങൾ അസാധുവാക്കാണ് ചെയ്യുന്നത്. അതിനുള്ള ശ്രമങ്ങൾ പിന്നീട് നമുക്ക് കാണാം. ഈ ഇന്റർവ്യൂവിനെ തന്നെ ഇൻവാലിഡ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും. അവിടെ വന്നവരെ പറയുന്ന ഒരു കാര്യം അത് കേട്ട് മറ്റാൾ നിങ്ങൾ ചോദിക്കും, അവിടെ ഒരു ക്ലെൻലിനെസ് പ്രശ്നമുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ വന്നിട്ടുണ്ടോ? എന്നാൽ പിന്നെ മിണ്ടാതിരിക്കേ, വായടച്ചു പോവുകയല്ല, മറുപടി കൊടുക്കുകയാണ് വേണ്ടത് കൃത്യമായിട്ട്. എന്തായാലും നമ്മുടെ മൃണാള് വളച്ചു കെട്ടി വണ്ടി കയറിയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുന്നവരെ നമുക്ക് പുള്ളിയുടെ കൂടെ പോവാം. ഭക്ഷണത്തിന്റെ വിലയെ പറ്റി ആർക്കും എന്തും പറയാം, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയെ പറ്റി എന്തും പറയാം. അതൊക്കെ ആപേക്ഷികമാണ്. കാരണം നിങ്ങൾ ഒരു പറ ചോറുണ്ണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കുറവാണ്. നിങ്ങൾക്ക് പിടി ചോറുണ്ണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കൂടുതലാണ്, അല്ലേ? നിങ്ങൾ ഇപ്പോൾ 5000 രൂപ കൊടുത്തിട്ട്, ഇപ്പം നമ്മൾ 5 പേര് ഭക്ഷണം കഴിക്കാൻ 5000 രൂപ കൊടുത്ത് ശീലിച്ച ആൾക്കാരാണ് നമ്മളെങ്കിൽ 500 രൂപ എന്ന് പറയുന്നത് നമുക്ക് ആപേക്ഷികമായിട്ട് കുറവാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എത്ര കാശ് കൂടുതൽ കൊടുത്താലും എത്ര കാശ് കുറവ് കൊടുത്താലും നിങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ലോകത്ത് ഒരേ ഒരു സാധനം ഒരു മനുഷ്യൻ വേണ്ട മതി എന്ന് പറയുള്ളൂ, അത് ഭക്ഷണമാണ്. പക്ഷേ ഈ പരിമിതിക്ക് മാറ്റമുണ്ട് വ്യക്തികൾക്കനുസരിച്ച്, അല്ലേ? ഇല്ല, വ്യക്തിക്കനുസരിച്ച് മാറ്റില്ല. ആ വ്യക്തിയുടെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഒന്നാണ്. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നാളെ കഴിക്കാൻ പറ്റും. ഇല്ല, അതും പറയാൻ പറ്റില്ല. പിന്നെ അത്രയും കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ന് കഴിച്ചാൽ കൂടുതൽ പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. അങ്ങനെ പറ്റുള്ളൂ. ദിവസങ്ങൾക്കനുസരിച്ച് കപ്പാസിറ്റി മാറുമല്ലോ. അല്ല, ദിവസങ്ങൾക്കനുസരിച്ച് കപ്പാസിറ്റി മാറില്ല. ഇപ്പൊ ഞാൻ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പൊ ലഞ്ചിന്റെ ക്വാണ്ടിറ്റി മാറിയേക്കാം. ഒരാപ്പിളും തമ്മിലേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ബേസിക് ഹ്യൂമൻ ലോജിക്കാണ്. ആപ്പിൾ കമ്പാരിസൺ അതിലേക്ക് ഞാൻ വരാൻ കേട്ടോ. അതിനു മുമ്പേ ഒരാളുടെ കപ്പാസിറ്റിയെ സംബന്ധിച്ചിട്ടാണ് ഇത്. പുള്ളി പറഞ്ഞൊരു അബദ്ധമാണ്. ഒരാളുടെ കപ്പാസിറ്റി ഒരിക്കലും മാറില്ല എന്നുള്ള, അയാളുടെ കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും, ആപേക്ഷികമാണ്, അതിന് സാഹചര്യമാണ്. ഒരാൾ ഒരേ രീതിയിൽ എല്ലാ ദിവസവും പോകണോ, അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ പോകുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കപ്പാസിറ്റിയിൽ ഒരു രീതിയിലുള്ള മാറ്റവും വരില്ല. അയാൾ ഒരു ദിവസം രാവിലെ കഴിക്കുന്ന ഭക്ഷണം അയാളുടെ പ്രായം കൂടുന്നതനുസരിച്ച്, കാലഘട്ടം മാറുന്നതനുസരിച്ച്, ബാല്യ കൗമാര വാർദ്ധക്യ കാലത്തോട്ടൊക്കെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഇൻടേക്ക്. പക്ഷേ അതും ആപേക്ഷികമാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് ഇന്നലെ പനിയായതുകൊണ്ട് എനിക്ക് സാധാരണ രീതിയിൽ കഴിക്കുന്ന അത്രയും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എനിക്ക് കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ്. നേരത്തെ മൃണാൾ പറഞ്ഞു തലേ ദിവസം കുറച്ച് ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് ഇന്ന് ഞാൻ അധികം കഴിച്ചില്ല. അതും ആപേക്ഷികമാണ്. അത് തന്നെയാണ് ഇന്റർവ്യൂവർ പറയുന്നത്. ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന കപ്പാസിറ്റി അതും ആപേക്ഷികമല്ലേ എന്ന് ചോദിക്കുന്നത്. ശരിയല്ല ചോദ്യം, പക്ഷേ അത് താൻ ആദ്യമേ പറഞ്ഞു പോയല്ലോ, ഒരാളെ കപ്പാസിറ്റി മാറുന്നില്ല എന്നുള്ളത്. പിന്നെ അതിന്റെ വിമർശനം പുള്ളിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെയും കിടന്ന് പുള്ളി അതിനകത്ത് ഉരുണ്ട് പറഞ്ഞ് കപ്പാസിറ്റിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ചോദ്യം ഹൈജീനെ കുറിച്ചാണ്, പക്ഷെ ഉത്തരം കപ്പാസിറ്റിയിൽ കിടന്ന് കറങ്ങുകയാണ്. അതിന് കുറച്ചു നേരം കൂടി കിടന്ന് കറങ്ങും. അതിനിടയിൽ ഈ ആപ്പിൾ ടു ആപ്പിൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു വിഷയം കമ്പയർ ചെയ്യുമ്പോൾ സമാനമായ വിഷയമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ പട്ടിക്ക് 4 കാലുണ്ട്, ആടിന് 4 കാലുണ്ട് എന്ന് കരുതിയിട്ട് രണ്ടിൻ്റെയും ഭക്ഷണ രീതിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആപ്പിൾ ടു ആപ്പിൾ എന്ന പ്രയോഗം വരുന്നത്. അപ്പോൾ ഇവിടെ മൃണാളിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിൽ ഈച്ചയുടെ പ്രശ്നമുണ്ടല്ലോ, ഹൈജീനിന്റെ പ്രശ്നമുണ്ടെന്ന് പലരും പറയുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? എയർ ഇന്ത്യയിൽ വിമാനം ക്രാഷായി, അപ്പോൾ ഒരു പ്രത്യേക സീറ്റിലിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു. അതായത് എമർജൻസി എക്സിറ്റിന്റെ അടുത്തിരുന്ന ഒരു വ്യക്തി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു കാര്യം വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ ആളുകൾ ആ ഒരു സീറ്റിന് വേണ്ടി കടിപിടി നടത്താൻ പോയി. ഹോട്ടലിലെ ഹൈജീനെ കുറിച്ച് ഒരാൾ അഭിപ്രായം ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടിയാണിത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ആപ്പിൾ ടു ആപ്പിൾ ആക്കി വെക്കുന്നത്? അതാ പറയുന്നത്, മൃണാളിന് ഡബിൾ സ്റ്റാൻഡേർഡേ ഉള്ളൂ. എപ്പോഴും ഒരിടത്ത് പറയുന്നത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കപ്പാസിറ്റിയെക്കുറിച്ചുള്ള അയാളുടെ ചോദ്യം വാലിഡ് ആയതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നിങ്ങൾ ആപ്പിൾ എടുത്തിട്ടതാണ്.
പക്ഷേ ഇതിനു മുന്നേയുള്ള വിഷയത്തിൽ നിങ്ങൾ ആപ്പിളിനെ എയറോപ്ലെയിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും ഇയാളുടെ കപ്പാസിറ്റിയിലേക്ക് വരാം. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ റൂട്ടീൻ വേറെയാണ്. നിങ്ങൾ ഇന്നലെ രാത്രി ഒരുപാട് ഭക്ഷണം കഴിച്ചു. സാധാരണ ഒരു മനുഷ്യൻ എന്താ പറയുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവിടെ താമസിക്കാന്ന് വെച്ചു, ഇത് രാത്രി എനിക്ക് അവർ വേണ്ടി വരും, കാരണം പാതിരാത്രി അപ്പോൾ ഇവിടെ ദോശമുണ്ട്. ഇപ്പോൾ വേറെ നമുക്ക് ചമ്മന്തി ഉണ്ടായി, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. രാവിലെ ഞാനാണ് ദോശ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദോശ വേണമെന്ന് എനിക്ക് അറിയില്ല അല്ലേ, സോ വി ഡോണ്ട് നോ. പക്ഷേ അതേ സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാൾ, എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാൾ, നമുക്കറിയില്ല എത്ര ദോശ വേണം. അറിയാലോ, 3 എണ്ണമാണ് വേണ്ടത്, അല്ലെങ്കിൽ 4 എണ്ണമാണ് വേണ്ടത്. ഇപ്പം നമ്മളയക്ക് വേണ്ടി 3 ഈ പറയുന്ന എത്ര ദോശയാണെന്ന് വെച്ചാൽ അതല്ലേ ചുടുക. അപ്പോൾ അത് ചുട്ട് കൊടുത്തിട്ട് അയാൾ അത് മുഴുവൻ കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം ചോദിക്കില്ലേ, എന്തുപറ്റി എന്താ കഴിക്കാതെ ദോശ കുഴപ്പമുണ്ടോ? അയാൾ പറയും, അയ്യോ ഇല്ല, ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന്, വേണ്ട ഇപ്പോൾ വേണ്ട. അല്ലാതെ എൻ്റെ കപ്പാസിറ്റി മാറി അയാൾ പറയില്ല. അതെന്താണ് ഉദ്ദേശിച്ചത്? കപ്പാസിറ്റി മാറിയില്ല എന്നല്ല, എനിക്ക് അത്രയും കഴിക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഇന്ന് എനിക്ക് 2 ദോശ കഴിക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. നാളെ ചിലപ്പോൾ ഞാൻ 3 വീണ്ടും കഴിച്ചേക്കാം, മറ്റന്നാൾ 3 കഴിച്ചേക്കാം. അത് കഴിഞ്ഞ ദിവസം ചിലപ്പോൾ എനിക്ക് ജലദോഷമാണ്, രുചിയൊന്നും തോന്നുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരെണ്ണത്തിലേക്ക് ചുരുക്കാം. അതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂവർ പറഞ്ഞത് കപ്പാസിറ്റി എന്ന് പറയുന്നതും ആപേക്ഷികമല്ല എന്ന് ചോദിച്ചത്. പക്ഷെ അത് ആപേക്ഷികമല്ല എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ വീണ്ടും വളച്ചിട്ട് ഇവിടെ എത്തുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ സുഹൃത്തിന് 3 കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അന്ന് അയാൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്, ആപേക്ഷികമാണ്. ഇത്രയും ഇന്റർവ്യൂവർ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഈ നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ കൂടെ, അതായത് ഈ കപ്പാസിറ്റി മാനദണ്ഡപ്പെടുത്തുന്നത് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോ ഒരു 3-4 ദോശ കഴിക്കുന്ന ഒരാൾ കപ്പാസിറ്റി മാറി നിങ്ങൾ പറയൂല. നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് എനിക്ക് ഇത്രേ കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ കഴിക്കണം എന്നേ പറയൂ. അതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എനിക്കിന്ന് ഇത്ര കഴിക്കാൻ പറ്റുള്ളൂ, അതാണ് എൻ്റെ കപ്പാസിറ്റി. അതാണ് ഇന്റർവ്യൂവർ പറയുന്നത്, നിങ്ങളുടെ കപ്പാസിറ്റി ആപേക്ഷികമാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സംതിങ്. നിങ്ങളുടെ രോഗാവസ്ഥ, നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻസ്. റീസെൻ്റ് ആയിട്ട് ഡയറ്റ് പ്ലാൻ മാർക്ക്. ഇനിയിപ്പോൾ ഞാൻ ഒരു 3-4 months ആയിട്ട് ഒരു ഡയറ്റ് പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 3 മാസം മുന്നേ കഴിച്ചിരുന്ന അതേ രീതിയിൽ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഭക്ഷണം കഴിച്ചാൽ എനിക്കൊരു പുക്കിഷ് ഫീൽ ഉണ്ടാകും, വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് വളരെ ഹെവിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവർ പറയുന്നത് അത് കപ്പാസിറ്റി ആപേക്ഷികമാണ് എന്ന് പറയുന്നത്. അതാണ് അംഗീകരിച്ച് കൊടുത്താൽ പോരെ. എന്തിനാണ് ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്? ഇത് മറ്റൊരു പ്രയോഗമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ആപ്പിൾ ടു ആപ്പിൾ പറഞ്ഞതുപോലെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ചോദ്യത്തിന് ചുറ്റും കിടന്ന് കറങ്ങുക. ഞാൻ പണ്ട് ഏകദേശം ഈ പൊറോട്ട 4-5 പൊറോട്ട കഴിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് മുൻപ് എന്ന് പറയുന്നത് ഞാൻ വർഷങ്ങളെ കാലപ്പെടുത്തിയിട്ടില്ല. ഞാൻ മുമ്പ് 2-3 വർഷം മുമ്പ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ കഴിച്ചിരുന്ന ഒരാൾക്ക് എനിക്ക് 2 കൂടുതൽ പറ്റില്ല. 2-3 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന മാറ്റം ആവശ്യമല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ആക്ച്വലി നിങ്ങളൊരു സുഹൃത്തിനോട് സംസാരിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാൾ, അപ്പോൾ അയാളോട് നിങ്ങൾ പറയാണ് എൻ്റെ ഫുഡ് കഴിക്കാനുള്ള കംപ്ലീറ്റ് കപ്പാസിറ്റി മാറിപ്പോയി, അയാൾക്ക് എന്താ എനിക്ക് വല്ല രോഗമുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പറയാണ്, അല്ലടാ എൻ്റെ 3 കൊല്ലം മുമ്പ് ഞാൻ കഴിച്ചത് എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്നാ. അപ്പോൾ അത് ഭയങ്കര നോർമൽ ആയിട്ടൊരു കാര്യമായില്ലേ? ഈ മാറ്റം സംഭവിക്കും ഇല്ലേ? അത് നിങ്ങളുടെ അപ്പോൾ നേരത്തെ ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഈ ആപ്പിളിനോട് ഉപയോഗിക്കാൻ പറയില്ലേ, എല്ലാ ആപ്പിളുകളും ഒന്നെല്ലാം മുമ്പത്തെ ആപ്പിളിനെ ഇന്നത്തെ ആപ്പിളോട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ആപ്പിൾ തന്നെ ഒരു തരമല്ല, പലതരമില്ലേ? ദൈവമേ, കമ്പയറിംഗ് ആപ്പിൾ ടു ആപ്പിൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു സെയിങ് ആണ്. അല്ല, മീനിങ് ഉണ്ട്. അതിൽ തന്നെ ഞാനൊരു ഇന്നർ മീനിങ് കൂടി ഉണ്ടല്ലോ. ഇല്ല, ഇന്നർ മീനിങ് ഇല്ല. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. അതിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നത്. ഹൈജീൻ അല്ല എന്നുള്ള ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, റോഹൻ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത്. കഷ്ടപ്പെട്ട ഇന്റർവ്യൂവർ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യം ഹൈജീനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ഫുഡിന്റെ ക്വാണ്ടിറ്റിയിലൊക്കെ ഇറങ്ങി ആപ്പിൾ ടു ആപ്പിൾ എത്തി. ഇംഗ്ലീഷുള്ള പ്രയോഗമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ശരി, ഇവിടെ ഞാൻ നിർത്തിയിട്ട് ചോദിക്കാം, ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ഇന്നർ മീനിങ് ഉണ്ടോ? ഉണ്ട്, ദർ ഇസ് എൻ ഇന്നർ മീനിങ്. എന്തിനെ ബേസ് ചെയ്ത് ആപ്പിൾ കമ്പയർ ചെയ്യുന്നു? ഇപ്പോൾ ഉദാഹരണമായിട്ട് 3 വർഷം മുന്നേ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നത് റോയൽ ഗാല എന്ന് പറയുന്ന ആപ്പിളാണ് വാങ്ങുന്നത്. ഈ റോയൽ ഗാല ആപ്പിളിന് 3 വർഷം മുമ്പ് 175 രൂപയായിരുന്നു വില. ഇപ്പോഴതിൻ്റെ വില 250 രൂപയാണ്. ഇവിടെ ഞാൻ കമ്പയർ ചെയ്യുന്നത് റോയൽ ഗാല ആപ്പിളിൻ്റെ 3 വർഷം മുന്നേയുള്ളതും ഇപ്പോഴുള്ള വിലയാണ്. അതൊരു മാനദണ്ഡമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്ത് മാനദണ്ഡമാക്കി എടുക്കുന്നു എന്ന് ഇന്റർവ്യൂവർ ചോദിക്കുന്നത്. ഇനി അതേസമയം തന്നെ ഇന്ന് ഞാൻ കമ്പയർ ചെയ്യാൻ നോക്കുന്നത് റോയൽ ഗാല ആപ്പിളിനെ KPN ഫ്രഷ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റിലും രത്നദീപ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റുമുള്ള വില എന്താണ്, അല്ലെങ്കിൽ റിലയൻസ് ഫ്രഷിലുള്ള വില എന്താണ്. ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയപ്പോൾ 250, മറ്റേ സ്ഥലത്ത് 255, വേറെ സ്ഥലത്ത് 260. അപ്പോൾ ഞാൻ കൺക്ലൂഷൻ എത്തുന്നു, ഓക്കെ, നമ്മൾക്ക് 250 രൂപ വിലയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങാം. ഇവിടെ മാനദണ്ഡം ഇന്ന് ഏത് ഔട്ട്ലെറ്റിൽ വില കുറവാണ് എന്നുള്ളതാണ്. ഇനി മൊത്തം ആപ്പിൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാശ്മീരി ആപ്പിളിനാണോ, ഗ്രീൻ ആപ്പിളിനാണോ, റോയൽ ഗാല ആപ്പിളിനാണോ വില കൂടുതൽ എന്നുള്ള കാര്യം കമ്പയർ. ഇവിടെ ആപ്പിളിൻ്റെ ടൈപ്പ് മാറുകയാണ്.
ഇതാണ് ഇന്റർവ്യൂവർ പറയുന്നത്. ആപ്പിൾ ടു ആപ്പിൾ എടുക്കുമ്പോൾ പോലും അതിലൊരു ഇന്നർ മീനിങ് ഇല്ലേ? നമ്മൾ ഏത് മാനദണ്ഡം എടുക്കുന്നു അതല്ലേ നമ്മൾ നോക്കേണ്ടത്. മൃണാൾ അത് സമ്മതിച്ചു കൊടുക്കില്ല, സമ്മതിച്ചു കൊടുക്കേയില്ല. അതാണ് മൃണാൾ. ഒരാളത് കണ്ട് ആൾക്കത് ബോധ്യമല്ലെങ്കിൽ അതിന്റെ ആ ആളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു, അതല്ലെങ്കിൽ ഒരു മെജോറിറ്റി പറയുന്നതിനോടൊപ്പം ആളില്ലെങ്കിൽ ആളെ പാമ്പായിട്ട് തള്ളിക്കളയുമോ? ഒരു സെക്കൻഡ്, ഈ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഈ ആപ്പിൾ ടു ആപ്പിളിലായിരിക്കുന്നത്. നിങ്ങൾ ഇതെന്താ മനസ്സിലാക്കുന്നത്? ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്? അതിലെന്ത് ഇന്നർ മീനിങ് ആണ്? ശരിക്കും വന്നത് ഇതിൽ നിന്നാണ് അല്ലേ? അത് ആര് വിചാരിച്ചാലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈജീൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് മൃണാളിന് പോകാൻ താല്പര്യമില്ല. അതിനും വേണ്ടി അദ്ദേഹം വീണ്ടും ഇന്റർവ്യൂവറെ പിടിച്ചിരുത്തുകയാണ്, ആപ്പിളിൽ കൊണ്ടിരുത്താണ്. നിങ്ങൾ ഇനി ആപ്പിളിനെ കുറിച്ച് പറ. പുള്ളി അബദ്ധവശാൽ ഈ ക്ലെൻലിനെസ്സിനെ കുറിച്ച് പറയുന്നിടത്ത് ഭക്ഷണത്തെക്കുറിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് ചാടി ഭക്ഷണത്തിന്റെ വില, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അത് ആപേക്ഷികമാണെന്ന് പറയുന്നു. അവിടെ നിന്ന് നമ്മൾ കപ്പാസിറ്റിയിലേക്ക് പോയി, കപ്പാസിറ്റിയിൽ നിന്ന് ആപ്പിളിലെത്തി. ആപ്പിളിന്റെ ആപ്പിൾ ടു ആപ്പിൾ എന്നതിന്റെ മീനിങ്ങും അതിന്റെ ഇന്നർ മീനിങ്ങും ചർച്ച ചെയ്തു. വീണ്ടും കഷ്ടപ്പെട്ട് നമ്മളുടെ ഈ ഇന്റർവ്യൂവർ ക്ലെൻലിനെസ്സിനൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഇയാൾ ആപ്പിളിലേക്ക് പോവുകയാണ്. മൃണാളെ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ എല്ലാവർക്കും മനസ്സിലായി. ഒരു സബ്ജക്റ്റ് കമ്പയർ ചെയ്യേണ്ടത് ആ സബ്ജക്റ്റിന്റെ മാനദണ്ഡം അനുസരിച്ച്. ഏത് മാനദണ്ഡം അനുസരിച്ച്? 4 കാലുള്ള പട്ടിയും 4 കാലുള്ള ആടിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 4 കാലം ഉപയോഗിച്ചുള്ള നടത്തത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ അത് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ല. ഇനി അവിടെ തന്നെ ഇന്നർ മീനിങ് ഉണ്ട്. കാരണം 4 കാലുള്ള കുളമ്പുള്ള ജീവിയാണ് ആട്. അപ്പോൾ ആ ആടിനെ നമ്മൾ എന്ത് ചെയ്യണം? പശുവായിട്ട് കമ്പയർ ചെയ്യണം. 4 കാലം ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളത് അംഗീകരിച്ച് കൊടുക്കാനേ പോകുന്നില്ല എന്ന് 100% ഉറപ്പാ. അങ്ങനെ അംഗീകരിച്ചാൽ പിന്നെ നിങ്ങൾ മൃണാൾ അല്ലാതിരിക്കണം. ഇതുകൊണ്ടാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ നന്നാവും എന്ന് ജീത്തു ജോസഫിന്റെ ഭാര്യയോട് നിങ്ങൾ പറയുമ്പോൾ ബിരിയാണി നന്നാവും, പായസം നന്നാവും, പക്ഷെ മൃണാൾ നന്നാകും എന്നുള്ള കാര്യം മാത്രം പറയരുതെന്ന്. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലൊരു സെയിങ് ആണ്, ഒരു ആപ്പിളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. തതുല്യമാവണം എന്നുള്ള രീതിയിലല്ലേ? നിങ്ങൾ 3 കൊല്ലം മുമ്പത്തെ ഒരു കാര്യം ഇന്നത്തെ ഒരു കാര്യം നമ്മൾ കമ്പയർ ചെയ്തിട്ടൊക്കെ സംസാരിക്കാനാണെങ്കിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി 11 മണിക്കാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് 6 മണിക്കാണ്. അല്ല, ഞാൻ 3 വർഷം മുമ്പത്തെ കാര്യം പറയാൻ കാരണം നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശം? എന്താ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, ഓൾറെഡി നിന്ന് ഇപ്പോൾ ഒരാൾ ആവശ്യപ്പെടുന്നതും ആൾ കഴിക്കുന്നതിന്റെ പരിധികളും മാറ്റം വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ പറഞ്ഞതിന്റെ ഞാൻ ബാക്കിയാണ്. നിങ്ങളോട് സംസാരിച്ചത് ഒരു ആപ്പിളും മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതിനാണ് നിങ്ങൾ ആ സംഭവം പറഞ്ഞത്. അല്ല, പക്ഷേ ആപ്പിൾ ടു ആപ്പിൾ നിങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? ഇല്ല, ഇതിൽ വളച്ചൊടിക്കലല്ല. ഇത് ഓൾറെഡി ഞാൻ ചോദിച്ചതിന് മറുപടിയാണ് ശരിക്കും വളച്ചൊടിച്ചത്. അങ്ങനല്ലത്. 3 കൊല്ലം മുമ്പത്തെ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കപ്പാസിറ്റിയും ഇന്നത്തെ കപ്പാസിറ്റിയും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ബന്ധം? അല്ല, അത് പറയാൻ കാരണം ഓൾറെഡി ഒരാൾ കഴിച്ചതിന്റെ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഭൂമിയിലേക്ക് പോയത്. ഒരു മാസേ ആയിട്ടുള്ളൂ. 3 കൊല്ലം മുമ്പ് ആരെങ്കിലും വന്ന് കഴിച്ചോ? ഇപ്പൊ ആരായി? ചോദ്യം ചോദിച്ചവൻ ആരായി? അവൻ ശശിയായി. ഇയാള് ക്ലെൻലിനെസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോ ഈ കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞ വിഷയം വലിച്ചോണ്ടേത് ആരാ? അവിടെയല്ലേ ഈ 3 വർഷം മുന്നേയുള്ള കപ്പാസിറ്റി ഇപ്പോഴുള്ള കപ്പാസിറ്റിയും ആപേക്ഷികമാണ് എന്ന് പറയുന്നത്, സാഹചര്യം അനുസരിച്ച് മാറ്റം വരുമെന്ന് പറയുന്നത്. ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യുമ്പോൾ അത് സമാനമായ സാഹചര്യത്തിലെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സമാനത എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ പോലും സ്പെസിഫിക്കായ കാര്യങ്ങൾ ഇന്നർ മീനിങ് ആയിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ ഡെപ്തിൽ വരും. അതുകൂടെ വെച്ച് വേണം കമ്പയർ ചെയ്യണമെന്ന് ഇയാൾ പറഞ്ഞ ഉടൻ തന്നെ ഇയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ വളച്ചു കിട്ടുന്നത്? വളച്ചു കിട്ടിയത് ആരാണെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആരാണ് ആ ചോദ്യത്തെ വളച്ചു കെട്ടി കൊണ്ടുപോയി ആപ്പിളിലേക്കും കപ്പാസിറ്റിയിലേക്കും കൊണ്ടുപോയതെന്ന്. എന്തായാലും തിരിച്ചിവിടെ വരുമോ? വരില്ല. കാരണം മൃണാളോട് ചോദിച്ച ചോദ്യം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ക്ലെൻലിനെസ്സിനെ കുറിച്ചാണ്. അതിലേക്ക് വരാതെ അയാൾ വീണ്ടും ചുറ്റിത്തിരിയാണ്. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അപ്പോൾ എൻ്റെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോരാളുടെ ടേസ്റ്റ് വേറെ വേറെ. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൃണാൾ തന്നെ. അല്ല, മൃണാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ബിരിയാണി കൊള്ളില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബിരിയാണി അവിടെ നിന്ന് കഴിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, ചൂടാറിയിട്ടാവും കിട്ടുന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ശരിക്കും ആൾ കൊള്ളില്ല എന്ന് പറയുന്ന ആളുടെ അഭിപ്രായത്തിനോട് അത് യോജിക്കാതിരിക്കില്ല ചെയ്യണം. കസ്റ്റമറോടായിരിക്കും. ആരോട്? കസ്റ്റമറിനോടല്ലേ? ഉറപ്പുണ്ടോ? മൃണാൾ സംസാരിക്കുന്ന പിന്നെ ആരോടാണ്? ഓൺലൈനിൽ വരുന്ന എവിടെയാണ് സംസാരിച്ചത്? വീഡിയോയിലായിരുന്നു, ലൈവിൽ. ഏത് ലൈവിൽ? മൃണാൾ തന്നെ കൊടുത്ത ദിവസം എനിക്ക് ഓർമ്മയില്ല. മൃണാൾ തന്നെ കൊടുത്ത ലൈവിലായിരുന്നു കണ്ടത്. ആ മനുഷ്യൻ എൻ്റെ റെസ്റ്റോറൻറ്റ് കസ്റ്റമർ ആണ് അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാ കസ്റ്റമറോട് നിങ്ങൾ പറയുന്നത്? എനിക്ക് ഉറപ്പുണ്ടെങ്കിലോ? കസ്റ്റമർ അല്ല എന്നുള്ളത് എൻ്റെ ധാരണകളെ കുറിച്ച് നിങ്ങൾ എന്തിനാ അസ്യൂം ചെയ്യുന്നത്? അല്ല, ഇത് അസ്യൂം ചെയ്യില്ല. കാരണം ഓൾറെഡി ആൾ നല്ലതല്ല പറയുന്നെങ്കിൽ അത് കസ്റ്റമർ ആയിരിക്കില്ല എന്നാണ് മൃണാൾ കരുതുന്നത്. എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയില്ലേ? ചിരി തുടങ്ങിയ മക്കളെ ഇനി അങ്ങോട്ട് പുച്ഛമായിരിക്കും. പുള്ളിക്ക് ഉത്തരം കിട്ടാത്തപ്പോഴുള്ള പരിപാടിയാണ് ഈ ചിരിക്കലും. നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? വില്ലേജ് ഓഫീസിലോ തഹസിൽദാറിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ കളക്ടറേറ്റിലോ ഒക്കെ പോയിട്ടൊരു സർട്ടിഫിക്കറ്റ് മേടിക്കണം.
ഞാൻ മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കസ്റ്റമറാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എങ്കിൽ ഗവൺമെൻറ് ഉടൻ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പത്രം, ഒരു സർട്ടിഫിക്കറ്റ് ഈ ആളുകൾക്ക് കൊടുക്കണം. എന്തായാലും വേറെ വഴിയില്ലല്ലോ. കാരണം മൃണാൾ ആ കസ്റ്റമറിനെ തള്ളിക്കളയാൻ, ഇതാൾ അവിടെ വന്നിട്ടില്ല. വന്നവരെ തെളിവ് ഒന്നല്ല ഇൻ്റർവ്യൂവർ കൊണ്ടുവരണം, അല്ലെങ്കിൽ കഴിച്ചവൻ കൊണ്ടുവരണം. ഞാൻ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ള തെളിവ് കൊണ്ടുവരണം. അപ്പോൾ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യലല്ല. ഞാൻ വിചാരിച്ചത് ഈ ഇൻ്റർവ്യൂവിൽ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണോ, പക്ഷെ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ചോദ്യം അവിടെ തന്നെ ചോദ്യമായിട്ട് കിടക്കുകയാണ്. എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിനെയും ചോദ്യം ചോദിക്കുന്നവരും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത് വിജയൻ മാഷിൻ്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു കുട്ടി ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം. ചോദ്യം ഇഷ്ടപ്പെടാത്ത മാഷിന് ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം. പക്ഷേ ആ കുട്ടി മാത്രമേ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൂ. ചോദ്യം ക്ലാസ് റൂമിൽ തന്നെ അവശേഷിക്കുകയാണ്. മൃണാൾ അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു കസ്റ്റമർ അയാൾ വന്നിട്ടില്ല, അയാളെ നിങ്ങൾക്ക് തള്ളിക്കളയാം. ചോദ്യം ചെയ്യുന്ന ഇൻ്റർവ്യൂവിനെ തള്ളിക്കളയാം. പക്ഷേ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഇനി ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് കയറി ആക്രമിക്കുക. ഈ ലൈവ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട്? ലൈവ് 3-4 പ്രാവശ്യം. നിങ്ങൾക്ക് എൻ്റെ ലൈവിൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? നിങ്ങൾ പ്രിപ്പയർഡ് ആണോ ഇൻ്റർവ്യൂവിന്? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഒരാളെ കുറിച്ച് മുഴുവൻ അറിയില്ല, തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് എൻ്റെ ലൈവിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നതെന്നോ, എന്താ ഇതിനകത്ത് പറയുന്നതെന്നോ, ആരാണ് ഇതിൻ്റെ ആൾക്കാരെന്നോ എന്തെങ്കിലും നിനക്കറിയോ? എൻ്റെ ലൈവ് എത്ര പേരെ കാണുന്നതെന്നറിയോ? 1000 ആൾക്കാരാണോ, അതോ 80 പേരാണോ, അതോ 500 പേരാണോ, അതോ 10,000 ലൈവ് ഇവിടെ വെച്ച് ഞാൻ ഇൻ്റർവ്യൂ കാണുന്നത് നിർത്തി. കാരണം പുള്ളിയുടെ സ്ഥിരം പരിപാടി എടുത്തു, ചോദ്യം ചോദിക്കുന്നതിന് ആക്രമിക്കുക. ഇപ്പോൾ ഇദ്ദേഹം ഇൻ്റർവ്യൂവറോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടോ? ലൈവിൽ എത്ര പേര് കാണുന്നുണ്ട്? 500 പേരാണോ, 1000 പേരാണോ? എൻ്റെ ലൈവിൻ്റെ സ്വഭാവം എന്താണ്? ഞാൻ എപ്പോഴാണ് ലൈവ് ഇടുന്നത്? എത്രാമത്തെ ലൈവാണ് നിങ്ങൾ കണ്ടത്? ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണോ അല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് കൃത്യമായ ഒരു മറുപടി അവിടെ ഒരു കമൻ്റ് ഇട്ട വ്യക്തി കൊടുക്കുന്നുണ്ട്. നേരായ ചോദ്യം, വൃത്തികെട്ട ഉത്തരം. ഇതെനിക്ക് പറയാനുള്ളൂ. ചോദ്യം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പക്ഷേ ഇത്രയും ഈ 16 മിനിറ്റിൽ ഒരൊറ്റ ചോദ്യത്തിനാണ് ആൻസർ തേടുന്നത്. അവിടുത്തെ ക്ലെൻലിനെസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ മറുപടി ചുറ്റിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി അവസാനം ഈ ചോദ്യം ചോദിക്കുന്ന അവതാരകനെ, ഇൻ്റർവ്യൂവറെ നേരിട്ട് വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യണം. അതാണ് ആദ് ഹോമിനം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു പുള്ളിക്കാരൻ്റെ കമൻ്റ് എൻ്റെ ഓർമ്മയുണ്ട്. മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തി കാണിക്കുക. സെയിം അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ വരുമ്പോൾ മൃണാൾ ആപ്പിൾ ടു ആപ്പിളിലേക്കും കപ്പാസിറ്റിയിലേക്കും അവിടെ നിന്ന് പുള്ളി വളച്ചുകെട്ടി പോയതാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇൻ്റർവ്യൂവറെ നിങ്ങൾ വളച്ചുകെട്ടുന്നതെന്ന് ചോദിക്കുകയും ഇവിടെ എത്തി ഇൻ്റർവ്യൂവറിനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിലും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് ഇൻ്റർവ്യൂ കാണുന്നത് നിർത്തി. കാരണം ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. ചോദ്യങ്ങൾക്കായിരിക്കില്ല മറുപടി ഉണ്ടാവുക, വളച്ചുകെട്ടൽ മാത്രമാണ്. അത് സമ്മറൈസ് കൊണ്ടൊരു പുള്ളിക്കാരൻ എഴുതിയ കാര്യം കൂടി വായിച്ചതോടെ എനിക്ക് മതിയായി. ഇനി മറ്റൊരു കാര്യം, അത് സാധാരണക്കാരൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള ഒരു സ്ട്രോയുടെ വിലയാണ്. എന്തായാലും ഇവിടെ വന്ന് കണ്ടിട്ടാണ് ഇവിടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ നാട്ടിൽ നാരങ്ങ വെള്ളത്തിന് പറയാ 18 രൂപ മേടിക്കുന്നു. പക്ഷെ നല്ല മധുരത്തിൽ കലക്കിയ ഒരു നാരങ്ങ വെള്ളം നമ്മൾ പോയി എടുക്കണം. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ സ്ട്രോയ്ക്ക് നമ്മൾ 1 രൂപ കൊടുക്കണം. അത് ഇച്ചിരി മോശമായി. സ്ട്രോയ്ക്ക് 1 രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെണ്ടിത്തരമല്ലേ മൃണാളെ? തെണ്ടിത്തരമാണ് മൃണാളെ, തികഞ്ഞ തെണ്ടിത്തരം. തൻ്റെ കടയിൽ വന്നു, തൻ്റെ ഹംഗ്രി മൃണാളി വന്നു, നാരങ്ങ വെള്ളം കുടിച്ചു. നാരങ്ങ വെള്ളത്തിന്റെ സ്ട്രോയ്ക്ക് 1 രൂപ, തികഞ്ഞ തെണ്ടിത്തരം തന്നെയാണ്. ഈ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോട്ടലിൽ തികഞ്ഞ തെണ്ടിത്തരമാണ് കാണിച്ചത്. പിന്നെ ആ നാരങ്ങ വെള്ളം കൊണ്ടുവന്ന ട്രേ ഉണ്ട്, ചായയും മത്തിക്കറിയും എല്ലാം ഒരുമിച്ചെടുക്കുന്ന ഒരു ട്രേ. അതിനകത്ത് നിങ്ങൾക്ക് കണ്ടറിയാം ഈ ട്രോയ്ക്കകത്ത് ചായ വീണതിൻ്റെയും അതിൻ്റെ എല്ലാം വേസ്റ്റിനകത്താണ് ഈ ചായ ഈ നാരങ്ങ വെള്ളം കൊണ്ടുതരുന്നത്. ഏതായാലും തെണ്ടിത്തരം തന്നെയാണ്. പലരും പറഞ്ഞു കേട്ടപ്പോഴും ഇത്രയൊന്നും മോശമായെന്ന് ഞാൻ കരുതിയില്ല. ഒന്ന് കാണാവുന്ന രീതി വന്നതാണ്. ഇത് അവിടെ വന്ന കസ്റ്റമറാണ്. പുള്ളി വീഡിയോയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുള്ളിയുടെ നമ്മൾ തെളിവ് കൊടുക്കണം. സൂരജ് പാലാക്കാരനാണ്. സൂരജ് പാലാക്കാരൻ ഉടൻ തന്നെ ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കണം. മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചെന്ന സർട്ടിഫിക്കറ്റ് അതുകൂടി ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെ വിമർശിക്കാൻ. അല്ലാതെ ഇടുന്ന വിമർശനങ്ങളൊന്നും പുള്ളി എടുക്കില്ല. ബൈ ദ വൈ, 1 രൂപ സ്ട്രോയ്ക്ക് കൊടുത്ത് മേടിക്കണോ മൃണാളെ? സാധാരണക്കാരന് വേണ്ടിയുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. പാർക്കിംഗ് ഇല്ല എന്ന് പറയാൻ മൃണാളിന് ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ അവിടെയുള്ള ക്ലെൻലിനെസ്സെ കുറിച്ച് ചോദിക്കുമ്പോൾ ആപ്പിൾ ടു ആപ്പിളിലേക്കും ഇംഗ്ലീഷ് ഡിക്ഷണറിയിലേക്കും ശബ്ദധാരാവലിയിലേക്കും പോകുന്ന മൃണാളിന് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പറഞ്ഞൊരു മറുപടിയാണ് ഇവിടെ പാർക്കിംഗ് സൗകര്യമില്ലാത്തത്. ഇത് സാധാരണക്കാരുടെ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ അതിൽ കയറി പിടിക്കുന്നത്. സാധാരണക്കാരനായ ഒരാൾ അവിടെ വന്ന് നാരങ്ങളും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്ട്രോ വേണമെങ്കിൽ 1 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഒരു സാധാരണ കടയിൽ
സ്ട്രോ ഫ്രീ ആയിട്ട് കിട്ടും. അതിനൊന്നും ആരും കാശ് മേടിക്കില്ല. പണ്ട് ഞങ്ങൾ ഈ ക്രിക്കറ്റ് കളിച്ച് വരുമല്ലോ, അപ്പോൾ കല്ല് സോഡ കുടിക്കാനാണ് നമ്മൾക്കുള്ള ബഡ്ജറ്റ്. അത്രയൊന്നും കാശ് ഉണ്ടാവുള്ളൂ. 50 പൈസ താഴെയാണ് കല്ല് സോഡയ്ക്ക്, ഗോലി സോഡ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി വില കൂടി തന്നെ ഈ ഓപ്പണർ അടിച്ച് തെറിപ്പിക്കാൻ പറ്റുന്ന സോഡ, അതിൽ ഉപ്പിട്ട് നാരങ്ങിട്ട് തരാൻ കുറച്ചും കൂടി പൈസ കൊടുക്കണം. സർബത്ത് എന്ന് പറയുന്നത് ആഡംബരമാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ലൈം ജ്യൂസ് എന്ന് പറയുന്നത് ആഡംബരമാണ്. ഈ ആഡംബരം ഇടക്കൊന്ന് അനുഭവിക്കണമല്ലോ. അതിനുവേണ്ടി ഒരു സർബത്ത് മേടിച്ചിട്ട് 2 സ്ട്രോ മേടിക്കും. ഈ 2 സ്ട്രോ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും ഒരുമിച്ച് അതിൽ നിന്ന് കുടിക്കും. ഈ 2 സ്ട്രോയ്ക്ക് ഇതുവരെയായിട്ടും ആ കടക്കാരൻ പൈസ മേടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടി റെസ്റ്റോറൻറ്റ് തുറന്നു വെച്ചിരിക്കുന്ന മൃണാൾ നാരങ്ങ വെള്ളത്തിന് 18 രൂപയാണെന്ന് പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, നാട്ടിൽ ഇപ്പം എറണാകുളത്ത് 25 രൂപയ്ക്കും 18 രൂപയ്ക്കും 12 രൂപയ്ക്കും 14 രൂപയ്ക്കും 16 രൂപയ്ക്കും ഒക്കെ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും സ്ട്രോയ്ക്ക് വരെ പൈസ കൊടുക്കണം എന്നുള്ള നിയമം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപയ്ക്ക് സ്ട്രോയുടെ കാശ് മേടിക്കുന്നത് പാലക്കാരൻ പറഞ്ഞതുപോലെ ശുദ്ധ തെണ്ടിത്തരമാണ്. അതെന്താ പറയുക? അപ്പോൾ അംഗീകരിക്കുക മൃണാളെ. എന്തിനാണ് ഇത് അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഒരാൾ വിമർശനം പറയുമ്പോൾ, അവിടെ ക്ലെൻലിനെസ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ശബ്ദധാരാവിലേക്ക് അന്വേഷിച്ചു പോകുന്നത്? ക്ലെൻലിനെസ് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് പകരം കപ്പാസിറ്റിയും വെലോസിറ്റിയും ഇൻ്റർസിറ്റിയും ഒക്കെ തേടി പോകേണ്ട കാര്യം തിരിക്കുന്നു. ആപ്പിൾ ടു ആപ്പിൾ, ഇംഗ്ലീഷ് ഡിക്ഷണറി, ശബ്ദധാരാവലി, ഇതിൻ്റെ ആവശ്യം തിരിക്കുന്നു. പാർക്കിങ്ങിന് സൗകര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് പറയും, ശരിയാണ്, ഞങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റിൽ പാർക്കിങ്ങിന് സൗകര്യം കുറവാണ്, നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കാം, നിങ്ങൾ താൽക്കാലികമായി ഈ വിഷയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് അവിടെ തീർന്നു. അതിനു പകരം ഇത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, കാറുള്ളവരൊന്നും സാധാരണക്കാരല്ല, കാർ ഓടിക്കുന്ന യൂബർ ഡ്രൈവർമാർ സാധാരണക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയുള്ളവരാരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരണ്ട, അങ്ങനെയുള്ള അപ്പുറത്തുള്ള പാരഗണിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചോളൂ, ഇവിടെ സാധാരണക്കാർ വന്നാൽ മതി, 2 വീലറുമായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് ശുദ്ധ ന്യായീകരണം മാത്രമാണ്. ഡസൻ മേക്ക് എനി സെൻസ്. അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. മൃണാളിൻ്റെ പ്രശ്നം എന്ന് പറയാം, മൃണാൾ നാട്ടുകാർ മുഴുവൻ വിമർശിച്ചു. ഇപ്പം മൃണാൾ വിമർശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മൃണാൾ സാധാരണക്കാർക്ക് വേണ്ടിയെന്ന് പറയുന്നത് എല്ലാവരും പൊളിച്ചെടുക്കുന്നത്. ഇത് മൃണാളിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു പുള്ളിയിട്ടൊരു കമൻറ്റ്, നിനക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കണ്ട. ഞാൻ തിരിച്ചു വെച്ച ചോദ്യമാണ്, ഇപ്പം മൃണാൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അവിടെ പോയി കഴിക്കാതിരുന്നാൽ പോരെ? എന്തിനാണ് അവിടെയുള്ള ഫുഡിനെ പറ്റി, അവിടെയുള്ള സൗകര്യങ്ങളെ പറ്റി റിവ്യൂ പറയുന്നത്? അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കമൻറ്റാണ്, മൃണാളിന് ധൈര്യമുള്ളതുകൊണ്ട് അതൊക്കെ വിട്ടു തുറന്ന് പറയുന്നു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മൃണാൾ പറയുമ്പോൾ ധൈര്യം, നമ്മൾ പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തൽ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മൃണാളിന് മാത്രമല്ല, മൃണാളിൻ്റെ ചില ആരാധകർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, പലരും ഇത്തരം വിമർശനങ്ങളെ കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ മറ്റു ചില ആളുകൾ ഈ മൃണാളിൻ്റെ ഇതേ ആറ്റിറ്റ്യൂഡ് കൂടെയാണ് വിമർശനങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മൃണാളിൻ്റെ നിലം തൊടാത്ത ന്യായീകരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.